2025 ഡിസംബറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. പാർട്ട് 2 ആണ് ഇത്. പാർട്ട് 1 കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇവിടെ വരിക. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് വാരണാസിയാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് നിലവിൽ വന്നത്. ടൈം വാരികയുടെ ഈ വർഷത്തെ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ AI-യുടെ ശില്പികൾ. അതായത് ടൈം വാരിക ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഒരു വ്യക്തിയായുള്ള കുറച്ചു പേർ ചേർന്നതാണ്. AI-യുടെ ശില്പികളെയാണ് ടൈം വാരിക ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തത്. 2025 ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിന്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ പഞ്ച്കുലയാണ്. പഞ്ച്കുല സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ പഞ്ച്കുലയിലാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റ് വേദി 2025 ഉള്ളത്. ഈയിടെ വാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ് എന്ന്. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാണ്. പുതിയ പേര് പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗാർ യോജന. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് വേദിയാകുന്നത് കൊച്ചി. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചി. അതുകൂടെ അറിഞ്ഞു വയ്ക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് അടുത്തത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ PR രമേശ്. ഒരു മലയാളി ആദ്യമായിട്ടാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനാകുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായ ആദ്യ മലയാളി ആര്? PR രമേശ്. എന്നാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഖോയൽ ആണ് ഉത്തരം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ഖോയൽ ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ PR രമേശ് ആണ്. ഒരു പ്രസിദ്ധ നടൻ ആരംഭിച്ച സ്റ്റാർട്ടപ്പാണ് ക്രേവ്. ആരാണ് ഇത് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ നിവിൻ പോളിയാണ്. ക്രേവ് എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിച്ച മലയാള നടൻ ആര് എന്ന് ചോദിച്ചാൽ നിവിൻ പോളി. ഈ വർഷം നടന്ന സ്ക്വാഷ് ലോകകപ്പ് ജേതാക്കൾ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ത്യ. സ്ക്വാഷ് ലോകകപ്പ് ഇന്ത്യയാണ് ഒന്നാമത് എത്തിയത്. ഇന്ത്യയിലെ ആദ്യ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ പാട്ന. ഇന്ത്യയിലെ ആദ്യ എനർജി മ്യൂസിയം നിലവിൽ വരുന്നത് പാട്നയിലാണ്. തൊഴിലുറപ്പ് ഭേദഗതി ബില്ല് പാസാക്കിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതാണ് VBG റാംജി ബിൽ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ മാസം 3 രാജ്യങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. അത് ഏതെല്ലാം രാജ്യങ്ങളാണ് എന്ന് ചോദിച്ചാൽ ജോർദാൻ, എത്യോപ്യ, ഒമാൻ. ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ 3 രാജ്യങ്ങളാണ് ഡിസംബർ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചത്. കെഫ്രി സ്ഥാപിതമായിട്ട് 50 വർഷം തികയുന്നു. അതായത് കേരള വന ഗവേഷണ സ്ഥാപനം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കെഫ്രി എന്നറിയപ്പെടുന്നത്. 1975 ഇത് സ്ഥാപിതമായത്. അതുകൊണ്ട് തന്നെ 2025 ആകുമ്പോഴത്തേക്കും 50 വർഷം തികയുന്നു. പീച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. SBIയുടെ മാനേജിംഗ് ഡയറക്ടർ ആയി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ രവി രഞ്ജനാണ് SBI മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത്. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വളരെയേറെ ചർച്ച ആയിട്ടുണ്ടായിരുന്ന ഒരു വിഷയമാണ് സിൽവർ ലൈൻ. എന്നാൽ സിൽവർ ലൈനിന് പകരമായി വരുന്ന പദ്ധതിയാണ് റാപ്പിഡ് റെയിൽ. സിൽവർ ലൈനിന് പകരമായി വരുന്ന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ റാപ്പിഡ് റെയിൽ. വിദ്യാർത്ഥിനികൾക്ക് ആയോധന കലാ പരിശീലനം സാധ്യമാക്കുന്ന പദ്ധതി ധീര. വിദ്യാർത്ഥിനികൾക്ക് ആയോധന കലാ പരിശീലനം സാധ്യമാക്കുന്ന പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ധീര പദ്ധതി. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഹെലികോപ്റ്റേഴ്സിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ അപ്പാച്ചെ AH-64E. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഹെലികോപ്റ്റേഴ്സാണ് അപ്പാച്ചെ AH-64E എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ശാന്തി ബില്ലിനെ കുറിച്ച് പറയാനുള്ളത്. ശാന്തി എന്നതിന്റെ ഫുൾ ഫോം S സസ്റ്റൈനബിൾ, H ഹാർനസിംഗ്, A അഡ്വാൻസ്മെന്റ്, N ന്യൂക്ലിയർ എനർജി, T ട്രാൻസ്ഫോമിംഗ്, I ഇന്ത്യ. സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. ശാന്തി ബില്ല് എന്തിനാണെന്ന് ചോദിച്ചാൽ ആണവ ഊർജത്തിന്റെ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള, ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. 2047 ആകുമ്പോഴത്തേനും 100 ജിഗാവാട്ടാണ് ഇത് എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ നെറ്റ് സീറോ എമിഷൻസ് ആയിരിക്കും. ബൂസ്റ്റസ് എനർജി ഗോൾസ്, സപ്പോർട്ട്സ് ഇന്ത്യസ് ടാർഗറ്റ്സ് ഫോർ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി ആൻഡ് നെറ്റ് സീറോ എമിഷൻസ് എന്നതാണ് ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് ലോകസഭ പാസാക്കിയത് ഡിസംബർ 17-നും രാജ്യസഭ പാസാക്കിയത് ഡിസംബർ 18-നുമാണ്. ലോകസഭ ഡിസംബർ 17-നും രാജ്യസഭ ഡിസംബർ 18-നും പാസാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് ഇത്. ഈ ബില്ലിൻ്റെ പേര് ശാന്തി ബില്ല്. ദി സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. WHO ഡയറക്ടർ ജനറലായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്. ഹു ഡയറക്ടർ ജനറൽ? ഡോക്ടർ ടെഡ്രോസ് അദാനോം ഗെബ്രിയേസസ്.
മക്കാന പ്രൊഡക്ഷനിൽ ലോകത്ത് ഒന്നാം സ്ഥാനം ഏത് രാജ്യത്തിന് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കാന പ്രൊഡക്ഷൻ ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. ലോകത്ത് മക്കാന ഉൽപാദനം കൂടുതൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ ബീഹാറിലാണ്. മക്കാന എന്നത് ഒരു തരം സീഡ്സ് ആണ് കേട്ടോ, ഒരു ലോട്ടസ് സീഡ്സ് ആണ് മക്കാന. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. ഇനി പാർട്ട് 3യോട് കൂടെ നമ്മൾ ഡിസംബറിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. പറയാത്തതും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളത് എക്സ്ട്രാ വീഡിയോസ് എല്ലാം കാണാം, ഇത് മാത്രം കണ്ടിരിക്കരുത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റ് ആയിട്ട് കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ട് അതെല്ലാം മനസ്സിലാക്കി വെക്കുക. നോട്ട്സ് എഴുതി സമയം കളയണമെന്നൊന്നും ഞാൻ പറയില്ല. ആ സമയം കൂടെ റിപ്പീറ്റായി കേട്ടുകൊണ്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ പാർട്ട് 3 ആയിട്ട് വരാം. ഓക്കെ, താങ്ക്